ഹലോ എവരിവൺ, വെൽക്കം ടു അസ്നീസ് വേൾഡ് ഓഫ് സ്റ്റഡി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8/7/2024 മോർണിംഗ് സെഷനിൽ നടന്നിട്ടുള്ള റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി നല്ല എളുപ്പമുള്ള ഒരു ഈസി പേപ്പർ തന്നെയാണ് ഈ റീഡിങ്സ് ഫ്രം ദ ഫ്രിഞ്ചസ് വന്നിരിക്കുന്നത്. ഇത് BBA BCom BHAയുടെ പേപ്പറാണ്. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ സെഷൻ എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെയാണ്. സീലിംഗ് വന്നിട്ട് 25. ഇപ്പോൾ 15 എണ്ണം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ പാരഗ്രാഫ് സെഷനാണ് വരുന്നത്. 16 തൊട്ട് 23 വരെ പാരഗ്രാഫാണ്, 5 മാർക്ക് വീതം. പിന്നെ 24 മുതൽ 27 വരെ എസ്സേ ആണ്. അതിൽ ഏതെങ്കിലും 2 എസ്സേ ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഔട്ട്ലൈൻ. പിന്നെ നമുക്ക് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ റിയൽ സ്റ്റെപ്പ് ഓർ റിയൽ വർക്ക് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആസ് മെൻഷൻഡ് ഇൻ ദ സ്പീച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യനെ എന്ത് ചെയ്യുക, ഒരു ഇൻഡിപെൻഡൻറ്റ് സോവറൻ റിപ്പബ്ലിക്കായിട്ട് പ്രൊക്ലെയിം ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഇനി വൈ ഈസ് ദെമത്തി ദേ സാബർ കോൾഡ് സാലിഹാൻ? ബിക്കോസ് ഷീ വാസ് എ ഫ്രീഡം ഫൈറ്റർ ഹു ഫോട്ട് ഫോർ ദി വില്ലേജ് ദെൻ സാലിഹ വിത്ത് ലാത്തി. ഇനി അടുത്തതാണ് ഹൗ ക്യാൻ നാനോ ടെക്നോളജി ഫൈൻഡ് എ സൊല്യൂഷൻ ടു ടെററിസം? അപ്പോൾ ടെററിസം ഇതാക്കാൻ വേണ്ടിയിട്ട് എന്താണ്, ഡെവലപ്പ് ബയോണിക് സ്പൈ ഫ്ലൈസ് ടു മോണിറ്റർ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ആൻഡ് അൾട്രാ സോഫിസ്റ്റിക്കേറ്റഡ് fMRI സ്കാനേഴ്സ് ടു റെക്കഗ്നൈസ് ദ ഹേറ്റ്ഫുൾ തോട്ട്സ് ഇൻ പീപ്പിൾസ് ബ്രെയിൻ. ഇനി ഹൗ വാസ് ഗൺപൗണ്ടർ ഇൻവെൻറ്റഡ്? ആക്ച്വലി ഗൺപൗണ്ടർ വാസ് ഇൻവെൻറ്റഡ് ആക്സിഡൻ്റലി, ഓക്കെ, ബൈ എൻ ആൽക്കമിസ്റ്റ്. ഇനി നെക്സ്റ്റ് വാട്ട് was the offer given by the stranger to anybody who helped him to find the white heron's nest? നെസ്റ്റ് എന്നാണ്, ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഇത് ആൻസർ എന്ന് പറയുന്നത് $10 ആണ്. അപ്പോൾ ഇതൊരു ഹ്യൂജ് എമൗണ്ട് ആയിരുന്നു. ഇനി why did the speaker let the fish go at the end of the poem? Because she or the speaker thinks that it deserves freedom and she notices that it has 5 hooks in the mouth. അപ്പോൾ ആ ഒരു വായിൽ 5 hooks ഉള്ള കാരണം കുറേ സർവൈവ് ചെയ്തിട്ടാണ് ആ ഒരു ഫിഷ് അവിടെ ജീവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് വെറുതെ വിട്ടു. Where did Vandana Shiva learn about ecology? Actually from the forest of the Himalaya. What does every dragon, every wolf, every monster means? ഇത് നമുക്ക് വരുന്നത് ഫയർ എന്ന് പറഞ്ഞിട്ടുള്ള പോത്ത് എന്നാണ്. ഇറ്റ് സിംബലൈസസ് ദ പവർ ആൻഡ് ബ്രേവറി ഇൻ യു. ഹൗ ഈസ് ദ ഹരാസ്മെൻറ്റ് ഓഫ് തിരുനങ്കേസ് ഡിഫറെൻറ്റ് ഫ്രം ദ റാഗിങ് ഓഫ് കോളേജ് സ്റ്റുഡൻസ്? കോളേജിലാണെങ്കിൽ നമുക്ക് 2-3 ദിവസം ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഗ്രൂപ്പിലാണെങ്കിൽ ആ റാഗിങ് എന്ന് പറഞ്ഞാൽ പുതിയൊരു മെമ്പർ വരുന്നവരെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. വാട്ട് ഡസ് യുവർ ജോബ് ഡു ഫോർ യു? ശരി, നമുക്കൊരു ഇൻകം കിട്ടുകയാണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തെ തന്നെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങും. വൈ ഈസ് അഡ്വൈസബിൾ ഫോർ എ ഡിസേബിൾഡ് പേഴ്സൺ ടു ഹാവ് എ ഇലക്ട്രിക് വീൽ ചെയർ അറ്റ് ദ യൂണിവേഴ്സിറ്റി ടൗൺ ഓഫ് ബെർക്ക്ലി? ശരി, ക്യാമ്പസ് ലൊക്കേറ്റഡ് ഓൺ ദ ഹിൽ, ടോപ്പ് ഓഫ് ദി ഹിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ട് ഒരു ഡിസേബിൾഡ് പേഴ്സണെ ആക്സസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് വീൽ ചെയർ തന്നെയാണ് പോസിബിൾ. ഇനി നെക്സ്റ്റ്, what is that which you carry with you at all the time and cannot remove, like a costume or eaten like a 5-course dinner? It means one's own identity and body. Next, what happened to the Dalit boy and Rajput girl in Hardoi? Honor killing ആണ് വരുന്നത്. ആൺകുട്ടിയുടെ ഫാമിലീനെ എന്ത് ചെയ്യാണ്, ഫാമിലീനെയും ആൺകുട്ടീനെയും ഈ ഗേളിൻ്റെ കമ്മ്യൂണിറ്റിക്കാർ കൊല്ലുകയാണ് ചെയ്യുന്നത്. എക്സ്പ്ലെയിൻ ദ ലൈൻ ഫാമേഴ്സ് സോയിൻ സ്കൾസ് ആൻഡ് ബോൺസ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻഡിജീനിയസ് പീപ്പിളിൻ്റെ സാക്രിഫൈസസ് ആണ്. ദെൻ വാട്ട് ഡിഡ് ദ വൈറ്റ്സ് ബ്രിങ് ആസ് ഗിഫ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്മോൾ പോസ്, റൈസ് ക്രിസ്പി, സീഗ്രാം. നെക്സ്റ്റ് പാരഗ്രാഫാണ്. സമീർ ടാൻഡി എങ്ങനെയാണ് ഡെമോക്രസിയുടെ പ്രസൻറ്റ് കണ്ടീഷനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? അപ്പോൾ ഇതിൽ പറയുന്നത് ഹെഡ് ഡൗൺ, നീസ് ബെൻഡ്, ഐ ക്ലോസ്ഡ്, വയലൻസ്, ബ്ലഡ് ഷെഡ്. Next question, what was the condition of Salihan when the writer visited her the last year? അപ്പോൾ she attacked the British officer and drawn him away. പിന്നെ ലാസ്റ്റ് കാണുന്ന സമയത്ത് സാലിഹാൻ എങ്ങനെയാണ്, lived in poverty, ഭയങ്കര വിഷമത്തിലായിരുന്നു. ആൻഡ് had been forgotten for her own bravery and while historians focused on allied freedom fighters. നെക്സ്റ്റ്, കമൻറ്റ് ഓൺ ദ റോൾ പ്ലേഡ് സയൻസ് ഇൻ ദ സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ സയൻസ് റഡാറൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അറ്റോമിക് ബോംബ്, അതൊക്കെ.
നെക്സ്റ്റ് കമൻറ്റ് ഓൺ ദി ആംബിഗസ് എൻഡിങ് ഓഫ് എ വൈറ്റ് ഹെറോൺ. അപ്പോൾ $10 ഓഫർ ചെയ്തിട്ടുണ്ട് ഈ ഒരു റയർ ബേർഡിനെ കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ. ആൻഡ് അവിടെ ആ ഒരു സിൽവിയ ആ ഒരു ബേർഡിനെ കണ്ടിട്ടും അവളതിനെ കാണിച്ചു കൊടുക്കുന്നില്ല. അതാണ് എൻഡിങ് വരുന്നത്. നെക്സ്റ്റ് വാട്ട് അഡ്വൈസ് ദ പോയറ്റ് ഗീവ് ദ റീഡേഴ്സ് ഇൻ ദ പോം ഫയർ. The poet asks people to build strong houses and firm doors to keep our bodies and hearts strong unyieldingly. അതായത് സ്ത്രീകളുടെ വുമൺ എംപവർമെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കമൻറ്റ് ഓൺ ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് വിദ്യ ആൻഡ് പാരൻസ്. ശരവണനായിട്ട് കണ്ടവരാണ് വിദ്യയുടെ പാരൻസ്. പിന്നെ പെട്ടെന്ന് ട്രാൻസ്ജെൻഡറായിട്ട് കണ്ടപ്പോൾ അച്ഛനെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അച്ഛൻ പറഞ്ഞത് സാരി മാറ്റി ഒരു പുരുഷൻ്റെ പോലെ ഡ്രസ്സായിട്ട് വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാമെന്നായിരുന്നു. ഹൗ ഡു പേഴ്സണൽ അറ്റൻഡൻസ് ഹെൽപ്പ് ഡിസേബിൾഡ് പേഴ്സൺ. അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ഡ്രസ്സിങ്, ബാത്തിങ്, ടോയ്ലറ്റ്, എല്ലാ കാര്യങ്ങളും അവർക്ക് നോക്കാൻ പറ്റും. ഗ്രൂം ചെയ്യിക്കും. പിന്നെ ഇവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ ആ പിയനെ പറഞ്ഞു വിടാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. തീം ഓഫ് ഹിസ്റ്ററി ലെസൺ എന്ന് പറയുന്നത് ഇൻഡിജീനിയസ് പീപ്പിളിൻ്റെ അവിടേക്ക് യൂറോപ്യൻ സെറ്റിലേഴ്സ് വരുമ്പോൾ ശരിക്കും അവർ യൂറോപ്യൻ സെറ്റിലേഴ്സ് പറയുന്നത് ഫുൾ ലാഭാണ് ഉണ്ടായത് എന്നാണ്. പക്ഷേ ഈ ഇൻഡിജീനിയസ് പീപ്പിൾ അവരുടെ കഷ്ടപ്പാടുകളൊക്കെയാണ് അതിൽ പറയുന്നത്. കോളനൈസേഷൻ്റെ ഇഫക്റ്റുകളാണ് പറയുന്നത്. പിന്നെ എസ്സേയിൽ വന്നത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനാണ്. അതിൽ നമ്മൾ ആ ചാപ്റ്ററിലുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് എഴുതേണ്ടത്. പിന്നെ വൈറ്റ് ഹെറോൺസിലെ റീജിയണലിസും ലോക്കൽ കളറും. പിന്നെ കോൺസെപ്റ്റ് ഓഫ് ജെൻഡർ, അത് ഡിയർ ഇജാവലിയിലാണ് വരുന്നത്. ആ 3 സജഷൻ വെച്ചിട്ട് എഴുതേണ്ടത്. പിന്നെ അതിൽ 3ാമത്തെ സജഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് ജെൻഡർ റൂൾ ഈസ് അബ്സല്യൂട്ട് നോൺസെൻസ്. നെക്സ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇൻ അത് ഡിയർ ഇജാവലി ആയിരിക്കില്ല, മറ്റേ ലവ് ലൈൻ അതായിരിക്കാമെന്നാണ്. ഒരു മിനിറ്റ്, സോറി ഫോർ ദി മിസ്റ്റേക്ക്. ലാസ്റ്റത്തെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ചോദിച്ചത് ലവ് ലൈൻ അത് ടൈം ഓഫ് ചാതുർ വർണ്ണയിലത്തെയാണ്. അത് ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ ചാതുവർണ്ണയുടെ സമയത്തും ഇപ്പോഴും സെയിം തന്നെയാണ് പറയുന്നത്. അതായത് ഹയർ കാസ്റ്റ്, മാരേജ് ആൻഡ് ഒക്യുപ്പേഷൻ എല്ലാം ഹയർ കാസ്റ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും പോയിട്ടില്ല. ലവ് ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റ് എന്നൊക്കെയാണ് പറയുന്നത്.